രാഹുൽ മാങ്കൂട്ടത്തിന്റെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എന്താ കാരണം അതൊക്കെ കേസും കാര്യങ്ങളും സബ് ജുഡീസൊക്കെ ആകാൻ പോകുന്ന കേസുകളാണ്, അത് അന്വേഷണ വഴിക്ക് വരെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തോന്നിയൊരു വിഷയം, അതായത് ഇത്രയും, ഇത് ഞാൻ പറയാൻ പോകുന്ന ഇൻവെർട്ടർ കോമയാണ്, ഇത്രയും പൈതൃകവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്, ഇത്രയും പൈതൃകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടുണ്ടോ സൈബർ ഗുണ്ടകൾ? എനിക്ക് സംരക്ഷണം വേണം. അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു, ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണി മാത്രം മുഴക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു വിലാപം, ഒരു രോഷപ്രകടനം നടത്താൻ കോൺഗ്രസിൻ്റെ ഒരു MP ഒരു സാഹചര്യം ഒരുക്കിയതാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, എന്നെ ആക്രമിക്കുന്നത് CPM അല്ല, ഇടതുപക്ഷമല്ല, എന്നെ ആക്രമിക്കുന്നത് BJP അല്ല, എന്നെ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്ന് ഒരു ജനപ്രതിനിധി, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് MP, അതും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന അവസ്ഥയിൽ വിലപിക്കേണ്ടി വരുന്നത് എന്ത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതിനുശേഷം ഈ സൈബർ വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഇരയായ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്കിനെ എങ്ങനെയാണ് കാണുന്നത് പൊതുവിൽ തന്നെ? അല്ല, ഞാൻ ഈ എപ്പോഴും ഇതിൻ്റെ എന്നാ മൈക്രോ ലെവൽ എനിക്കറിയാം, ഇപ്പം ഡൽഹി രാജുകൊണ്ട് അറിയില്ല. ഞാൻ ഉണ്ണിത്താൻ എൻ്റെ സ്നേഹിതനും എൻ്റെ സഹപ്രവർത്തകനും ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണിത്താൻ്റെ ഈ വിലാപം, ഈ രോഷപ്രകടനം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ഞങ്ങളുടെ വിലപ്പെട്ട സഹപ്രവർത്തകൻ ഇന്ത്യ ബ്ലോക്കിലെ ഒരു MP ആണ്. ആ MP ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. ഇത്രയും പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടി ആ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, അദ്ദേഹത്തെ സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവും സംരക്ഷിക്കണം. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട, ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി പോരടിക്കേണ്ട ഒരു MP ആ പാർട്ടിയിലെ നേതാക്കന്മാരും അണികളും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വലിയൊരു പോരാളിയല്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ആ പോരാളി ഞങ്ങൾക്ക് വേണ്ട. എവിടെ ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള സമവാക്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, പക്ഷേ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതായത് ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം കേരളത്തിൽ കട്ടപ്പുക എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്കുള്ള മുന്നറിയിപ്പല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നറിയിപ്പാണ്. അതായത് പരസ്യമായിട്ടാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായിട്ട് ഒരാൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കണം കോൺഗ്രസ് നേതാക്കന്മാരോട്. അതായത് സമ്മണ്ഡിതനായിട്ട്, അത് മാത്രമല്ല, ശശി തരൂർ എന്നുള്ള വ്യക്തി ഒരു കേവല MP മാത്രമാണോ? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമല്ലേ? മാത്രമല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ രണ്ടാമനാണ്. എന്താ കാരണം? അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ മത്സരിച്ച ആളാണ്. രാഹുൽ ഗാന്ധിയൊക്കെ യഥാർത്ഥത്തിൽ സ്ഥാനം കോൺഗ്രസിന് ഉണ്ടാകേണ്ട ഒരാളാണ്. എന്താ കാരണം? മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച് 1500 വോട്ട് മേടിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ വാക്കുകളാണ് കോൺഗ്രസ് മുഖവിലക്കെടുക്കേണ്ടത്? ഞങ്ങളുടെ വാക്കൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പ്രവർത്തികളെയൊക്കെ പുകഴ്ത്തുന്നതിനോടൊപ്പം എന്താണ്? ഞാൻ തന്നെ ട്വീറ്റ് ഇട്ടല്ലോ, അതായത് കോൺഗ്രസിനെ കുറിച്ച് നരേന്ദ്രമോദി നടത്തിയ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം, അതായത് മാവോയിസ്റ്റ് ലീഗ് പാർട്ടിയാണ്, അത് വളരെ ഇൻസ്പയറിംഗ് ആണ്, പ്രചോദനാത്മകമാണെന്ന് ശശി തരൂർ ട്വീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശശി തരൂരോട് എന്ത് പരാതി? ഒന്നുമില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. പക്ഷെ അതേക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനൊരു പ്രതികരണം വേണ്ടേ? കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അവിടെ ബൂത്ത് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കേണ്ട സമയമാണ്, എല്ലാ പാർട്ടികളെയും യോജിപ്പിക്കേണ്ട സമയമാണ്. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വരേണ്ടതാണ്. ബീഹാറിലോ പുള്ളി പോയിട്ടില്ല, ബീഹാർ തെരഞ്ഞെടുപ്പിലൊന്നും. എൻ്റെ സ്നേഹിതൻ തന്നെയാണ്, ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ്. പക്ഷെ അവിടെ
ഒരു പഞ്ചായത്ത് തലത്തിൽ കോർപ്പറേഷൻ തലത്തിലൊക്കെ പ്രചരണം നടത്തുന്ന മനസ്സിലാക്കാം. ബൂത്ത് കയറി വീട് കയറി നടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ആഭ്യന്തര വിഷയത്തെക്കുറിച്ചും തന്റെ പാർട്ടിയിലെ ഉണ്ണിത്താനും അതുപോലെ തന്നെ ശശി തരൂരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കണ്ടേ? എന്താ സംശയിക്കണേ? സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ KC വേണുഗോപാല്? കോൺഗ്രസിന്റെ സംഘടനയെ നയിക്കേണ്ട വ്യക്തിയല്ലേ അദ്ദേഹം? രാഹുൽ ഗാന്ധിയെ കുറിച്ച് പിന്നെ RJD നേതാക്കന്മാർ എന്താ പറഞ്ഞ്? ഇപ്പൊ എന്റെ സ്നേഹിതന്മാര് RJD നേതാക്കന്മാർ, എന്റെ സഹപ്രവർത്തകർ എന്താ പറഞ്ഞ്? അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ 2 വട്ടം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിന്നല്ലേ പറഞ്ഞത്? തേജസ്വി യാദവിനെ പിന്നെ മുന്നിൽ നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പരാതി RJDക്ക് ഒരുപാട് പരാതികളുണ്ടല്ലോ. അപ്പൊ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ? അതല്ല രാഹുൽ ഗാന്ധിയുടെ കാതും കണ്ണുമായിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ ഇക്കാര്യങ്ങളൊക്കെ തിരുത്തൽ നടപടി ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ? കേരളത്തിലേക്ക് ട്രാക്ക് മാറ്റുന്നുള്ള മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. ഏത്? അല്ലെ, അത് കോൺഗ്രസ് ജയിച്ചാലല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും സ്വപ്നം കാണാം. അത് KC വേണുഗോപാൽ മാത്രം സ്വപ്നം കാണരുതെന്ന് ജോൺ ബ്രിട്ടാസിന് പറയാൻ പറ്റുമോ? സ്വപ്നം കാണട്ടെ എന്നേ. പക്ഷെ അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുതെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാക്കളും കൂടി പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. സാറേ, സർവകക്ഷി യോഗം കഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണവും? പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ഒരു പട്ടിക ഏറെക്കുറെ ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് SIR ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ധാർഷ്ട്യത്തോടു കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശകളും അതുപോലെ തന്നെ അഭ്യർത്ഥനകളും നിരാകരിക്കൽ, ഡൽഹിയിലെ സ്ഫോടനം, ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ തീവ്രവാദികളെ എല്ലാം ഞങ്ങൾ ഉന്മൂലനം ചെയ്തു, ഇനി ഏതെങ്കിലും തീവ്രവാദി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കാലുകുത്തിയാൽ പുരികത്തിനിടയിലൂടെ ഞങ്ങൾ വെടിയുതിർക്കുമെന്നാണ് പാർലമെന്റിൽ പറഞ്ഞത്. തലസ്ഥാന നഗരിയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ അവസ്ഥയെക്കുറിച്ചുള്ള സവിശേഷമായിട്ടുള്ള ചർച്ച പാർലമെന്റിൽ നടക്കണമെന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടോടെ പറഞ്ഞു. ലേബർ കോഡ്സ്, നമ്മുടെ തൊഴിലാളി യൂണിയനുകൾ പതിറ്റാണ്ടുകളായി പോരാടി നേടിയ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ലേബർ കോഡുകളെ കുറിച്ചുള്ള ചർച്ച. മറ്റൊരു വിഷയം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ടതാണ്. ഗവർണർമാർ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നു. അതുപോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകേണ്ട കേന്ദ്ര ഫണ്ടുകൾ തടയപ്പെടുന്നു. ഇതേക്കുറിച്ച് സവിശേഷമായ സമഗ്രമായിട്ടുള്ള ചർച്ച ഇരു സഭകളിലും നടക്കണമെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിലെ വന്യജീവി ശല്യത്തിൻ്റെ പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പാസാക്കിയ ബില്ല്, അതിനുമേൽ രാഷ്ട്രപതി അടയിരിക്കുന്നത്, ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഗ്രാമീണ തകർച്ച, സമ്പദ്ഘടനയുടെ തകർച്ച, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കാം, പരിശോധിക്കാമെന്നാണ് പറയുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SIR എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ ഞങ്ങൾക്ക് ചർച്ച പറ്റില്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ വിശദമായ ഒരു ചർച്ച നടത്താം. ഇപ്പം ഞങ്ങൾ പറഞ്ഞു അത് മതി, തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മണി പവറും മസിൽ പവറും പണാധിപത്യവും അതുപോലെ തന്നെ പേശിബലവും ഒക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂഴ്ന്നു നിൽക്കുന്നതിനെക്കുറിച്ച്, ഗ്രസിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുപോലെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ SIR വേണ്ട, കുറേ കൂടി വൈഡറായിട്ടുള്ള ആംബിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പ്രതിപക്ഷത്തിനൊരു നിലപാടായിട്ട് ഇന്നത്തെ യോഗത്തിൽ മുമ്പോട്ട് വെച്ചു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഒരു വാക്ക് മാത്രമാണ് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ സമ്മേളനം മൊത്തം ഒരു ചർച്ചകളും നടന്നില്ല, കേവലം മണിക്കൂറുകൾ മാത്രമാണ് ചേർന്നത്. അപ്പോൾ ഇതിന് പ്രതീക്ഷയുണ്ടോ? ഇക്കുറി പ്രതിപക്ഷ നേതാക്കന്മാർ അടിവരയിട്ടൊരു കാര്യമുണ്ട്. ഈ പാർലമെന്റ് സമ്മേളനം സുഗമമായി നടത്തേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഈ പാർലമെന്റ് സമ്മേളനം അലങ്കോലപ്പെട്ടാൽ, തടസ്സപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിന്റെ ചുമലിലായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഹ്രസ്വ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. 1952 ശേഷം ഇത്രയും ചെറിയൊരു സമ്മേളനം ഉണ്ടായിട്ടില്ല. അതിനർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള
ഈ സർക്കാരിൻ്റെ വിശ്വാസം എത്രയാണെന്ന് തെളിയിക്കുന്നതാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു, എവിടെയാണ് പ്രധാനമന്ത്രി? ഇതുപോലുള്ള സർവകക്ഷി യോഗത്തിൽ തന്നെ മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. എവിടെ പോയി പ്രധാനമന്ത്രി? പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ വരില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിൽ പോലും വരുന്നില്ല. പ്രധാനപ്പെട്ട ചർച്ചകളെ നയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ന് പാർലമെന്റിൽ ഉയർത്തുന്ന പല ചോദ്യങ്ങളെയും അഡ്മിറ്റ് ചെയ്യാതെ എന്തെങ്കിലും ചെറിയ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങൾ നിഷേധിക്കുന്നൊരവസ്ഥയും കൊണ്ട്, അതുകൊണ്ട് തന്നെ പാർലമെന്ററി സംസ്കാരത്തിന്റെ രീതികളുടെ ഗുണമേന്മ വളരെയധികം ചോർന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള കാര്യം പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. ഈ ചണ്ഡീഗഡിന്റെ ബില്ല് പിൻവലിച്ചു അല്ലെ സാർ? അത് അജണ്ടയിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അത് പ്രതിഷേധം കാരണമാണ് അവർക്ക് ഒഴിവാക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇതുപോലൊരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഒരു അതിർത്തി സംസ്ഥാനമാണ്. അവിടെ ഭീകരവാദത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, ഭീകരപ്രവർത്തനത്തിന്റെ നീണ്ട കാലഘട്ടമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ രക്തസാക്ഷികളായ ഒരു സംസ്ഥാനത്തിന്റെ ഒരു സെൻസിബിലിറ്റിയെ, അതിന്റെ ഒരു വികാരത്തെ പോലും മാനിക്കാതെ ഏകപക്ഷീയമായിട്ട് എല്ലാ അധികാരങ്ങളും കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചണ്ഡീഗഡ് ബില്ല് കൊണ്ടുവന്നത്. ഇന്ന് ശിരോമണി അകാലിദളിന്റെ നേതാവ് അത് പറഞ്ഞു. ഇങ്ങനത്തെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സർക്കാർ, നിലപാട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. ഈ ഗവൺമെന്റിന് തന്നെ സഖ്യകക്ഷി ആയിരുന്നതാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തോടൊപ്പമുള്ള പാർട്ടിയൊന്നുമല്ല ശിരോമണി അകാലിദൾ. അവർ പോലും പരസ്യമായിട്ട് ഇന്ന് പറയുന്നൊരു സാഹചര്യം വന്നു. മാത്രമല്ല, പലപ്പോഴും ഇന്ന് 13 ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കടലാസിലുള്ളത്. പക്ഷേ മുൻകാലങ്ങളിലെ അനുഭവം എന്താണ്? പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ മിസൈലുകളായി വന്ന് പതിക്കുകയാണ് പാർലമെന്റിൽ. നേരത്തെ നോട്ടീസ് നൽകില്ല, രാവിലെ 8 മണിക്ക് പറയും ഇതാ ബില്ല് വരാൻ പോകുന്നു എന്ന് പറയും. അങ്ങനത്തെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള, അനാരോഗ്യകരമായിട്ടുള്ള ഒരു പാർലമെന്ററി പ്രാക്ടീസ് തുടരുന്നതിനെ ശക്തമായിട്ട് എം പിമാർ എതിർത്തു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 1952 ശേഷം 9 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സ്ഥാപനത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്തിട്ടുണ്ട്. പാർലമെന്റിലെ സുപ്രീം പാർലമെന്ററി ജനാധിപത്യത്തിലെ പാർലമെന്റിന്റെ സൃഷ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ. പാർലമെന്റിന്റെ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു മുടന്ന ന്യായം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം കൂടെ, അതായത് നമ്മൾ ഈ ഇന്ത്യ ഗേറ്റിൽ മറ്റേ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് എത്തിയവരാണ്. പക്ഷെ അത് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ മുദ്രാവാക്കി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വിളിച്ചു. പക്ഷെ അതിന്റെ കൂടെ അറിയാതെ ഉൾപ്പെട്ട മലയാളികളടക്കമുള്ള കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നിയമസഹായത്തിനുള്ളൊരു തീരുമാനമുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ്, ആ കാര്യത്തെക്കുറിച്ച് അറിവുള്ളത്? ഈ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് സർവകക്ഷി യോഗത്തിൽ പരാമർശം വന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ വായു മലിനീകരണം അല്ലെങ്കിൽ ഈ വിഷപ്പുക ശ്വസിക്കുന്നതിനെ കുറിച്ചല്ല സർക്കാരിന് ആശങ്ക. പാവപ്പെട്ട വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളോ വന്നൊരു മുദ്രാവാക്യം വിളിക്കുന്നതിനെ കുറിച്ചാണ് സർക്കാരിന് ആശങ്ക. എന്താ ഈ ഒരു ജനാധിപത്യത്തിന്റെ അവസ്ഥ? എത്രയോ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് ഈ പറഞ്ഞ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന് ഇരുവശമുള്ള ബോട്ട് ക്ലബിലെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാലികളും പ്രക്ഷോഭങ്ങളും നടന്നിട്ടുള്ളത്. തലസ്ഥാന നഗരിയെ എന്താ പറയുക, പ്രകമ്പനം കൊള്ളിച്ച എത്രയോ പ്രകടനങ്ങൾ നടന്ന സ്ഥലമാണ് ഈ ഇന്ത്യ ഗേറ്റ്. ഇപ്പൊ ഇന്ത്യ ഗേറ്റിൽ 10 പേരോ 50 പേരോ പോയിട്ട് അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചാൽ ഉടനെ അവരെയൊക്കെ ഏർബൻ നക്സലേറ്റുകളായിട്ട് മുദ്രകുത്തുകയാണ്. ആരെങ്കിലും മിസ്ഗൈഡഡ് ആയിട്ടുള്ള, തെറ്റിദ്ധരിക്കപ്പെട്ട 1-2 ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ബിന്ദു എന്താണ്? അത് വായു മലിനീകരണമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെയും ഡൽഹി സർക്കാരിന് ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഡബിൾ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണെന്നല്ലേ പറഞ്ഞു. ഇവിടെ ഡബിൾ എഞ്ചിൻ വന്നല്ലോ. ഈ ഡബിൾ എഞ്ചിൻ വന്നപ്പോഴല്ലേ ഈ വിഷപ്പുക ഇങ്ങനെ ആൾക്കാർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടി പോലും, സുപ്രീം കോടതി പറഞ്ഞ നടപടികൾ പോലും സ്വീകരിക്കാത്ത സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ മന്ത്രിമാരെ 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നീക്കം ചെയ്യുന്ന ബില്ല് അവതരിപ്പിക്കുകയും JPC-യിലേക്ക് വിടുകയും ചെയ്തു. പക്ഷേ ആ JPC പോലും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. JPC രൂപീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ ഭരണപക്ഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു JPC-യാണ്. അതിന്റെ അർത്ഥം തന്നെ ആ JPC-ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും ആരോഗ്യകരമായ ചർച്ചകളോ സംവാദമോ അവിടെ നടക്കുമോ? അത് സർക്കാരിന്റെ ഏറാമൂളിയായിട്ടുള്ള ഒരു പാർലമെന്റ് സമിതിയായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ഇനിയും അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഇതുപോലുള്ള പാർലമെന്ററി ഉപാധികളെ
ആരോഗ്യകരമാകുന്ന ഒരു സംവാദവേദിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇനി സഹകരിക്കാനൊപ്പം പ്രതിപക്ഷം തയ്യാറാണ് ചർച്ചകൾ. ഞങ്ങളുടെ പരാതി എന്തായിരുന്നു? അതായത് ഞങ്ങൾ ഉയർത്തുന്ന ഒരു വിഷയവും നിങ്ങൾ ചർച്ചക്കെടുക്കുന്നില്ല. നിങ്ങൾ ഏകപക്ഷീയമായ ചില വിഷയങ്ങളും ബില്ലുകളും കൊണ്ടുവരുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടത്തുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാർലമെന്ററി സമ്പ്രദായം ഈ രാജ്യത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടാവും. അതല്ലാതെ ഏകപക്ഷീയമായി നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ പറയുന്ന ബില്ലിന് മേലുള്ള ഈ പറഞ്ഞ സംയുക്ത പാർലമെന്ററി സമിതിയോടും സഹകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇനിയും സർക്കാരിന് സമയമുണ്ട് പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജ്നാഥ് സിംഗിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അധികാരം ഉണ്ടാകാം, പക്ഷെ അധികാരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ മാത്രമേ ആ അധികാരത്തിനൊരു ശോഭയുള്ളൂ. അതല്ലെങ്കിൽ അധികാരം അർത്ഥശൂന്യമാവും. പവർ വിത്തൗട്ട് കൺസിഡറേഷൻ ആൻഡ് കമ്പാഷൻ ഈസ് മീനിങ്ലെസ് എന്ന് ഞങ്ങൾ ഇന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു.